Hi friends and teacher. ഞാനിന്നെടുക്കുന്ന ടോപ്പിക് റോൾ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി എന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിനും കാസ്റ്റിനും ഉള്ള അവരുടെ റോളും കാര്യങ്ങളും എന്താണെന്ന് പൊതുവേ എല്ലാവർക്കും നമുക്കറിയാം. ഇതിൽ നമ്മൾ പറയുന്നത് അവർ കുറച്ച് റൈറ്റ്സിനെ കുറിച്ചും പിന്നെ എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, എന്താണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അവരെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്, അവർക്കുണ്ടായ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ്, അവരെ ഏതൊക്കെ രീതിയിൽ അട്രോസിറ്റീസ് സംഭവിച്ചാലാണ് അത് പണിഷബിൾ ഒരു ക്രൈമായിട്ട് മാറുന്നത്, അവരെ പ്രധാനപ്പെട്ട ട്രൈബ്സിൻ്റെ മാത്രം പ്രധാനപ്പെട്ട റൈറ്റ്സ് എന്താണ്, പിന്നെ അത്തരത്തിൽ തന്നെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും ഉണ്ടാകുന്ന റൈറ്റ്സ് സേഫ് ഗാർഡ് ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷണൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ, അങ്ങനെ സേഫ് ഗാർഡ്സ് ചെയ്തിരിക്കുന്നത് എന്തിലൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് റൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇവരുടെ റൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻ റീസെൻറ്റ് ടൈംസ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഹാവ് ബീൻ കോൾഡ് അൺടച്ചബിൾസ്. നമുക്കറിയാം അവരെ പൊതുവെ വിളിക്കുന്നത് അൺടച്ചബിൾസ് എന്നാണ്. The scheduled caste constitutes about 16.6% and the scheduled tribes is about 8.6% of population of India. ഇന്ത്യയുടെ പോപ്പുലേഷന് അനുപാതം നോക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 16.6% SCs 8.6% ട്രൈബ്സാണ് ഉള്ളത്. ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഹാവ് ബീൻ ഓഫേർഡ് എ റിസർവേഷൻ സ്റ്റാറ്റസ് സിൻസ് ദ ടൈം ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ വിച്ച് ഹാസ് ഗ്യാരണ്ടീഡ് ദെയർ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ അവർക്ക് ഗ്യാരണ്ടി ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളായിട്ട് ഉണ്ട്. അവരുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാരണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് മെയ്ഡ് പ്രൊവിഷൻസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദീസ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. ഇത്തരം ഗ്രൂപ്പ് ഓഫ് പേഴ്സൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് പ്രൊവിഷൻസ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കുന്നുണ്ട്. ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് SCs, Ambedkar launched a drive in 1656 for their mass conversion to Buddhism and Christianity too. B.R. അംബേദ്കർ 1956 ഇവരുടെ SCസിൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അത്രയും എന്താ പറയുക നിർജീവമായിട്ടുള്ള ഒരു വളരെ മോശമായൊരു സോഷ്യൽ സ്റ്റാറ്റസ് കണ്ടതുകൊണ്ട് തന്നെ ബുദ്ധിസത്തിലേക്കും ക്രിസ്ത്യാനിറ്റിയിലേക്കുമൊക്കെ ഈ SCസിനെ കൺവേർട്ട് ചെയ്യുകയുണ്ടായി. ഇൻ 1957 he organized the political wing of the SCs known as Republican Party. 1957 SCസിനെ കൂട്ടിങ്ങാറ്റ് ഒരു പൊളിറ്റിക്കൽ വിങ് അദ്ദേഹം തുടങ്ങി. അത് പിന്നീട് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. The SCs ceased to be entitled for the benefit offered by the government. SCസിന് പിന്നെ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു, ഓഫർ ചെയ്തു, ബെനിഫിറ്റ്സ് ഒക്കെ ഓഫർ ചെയ്യാൻ തുടങ്ങി. The Republican Party launched an agitation in 1964 for the restoration of these privileges to neo-Buddhist SCs. ഇത്തരത്തിലുള്ള നിയോ-ബുദ്ധിസ്റ്റ് SCസിന് വേണ്ടി ഒരു അജിറ്റേഷൻ ലോഞ്ച് ചെയ്യുകയുണ്ടായി. അത് 1960 Gandhiji had taken up the cause of Harijan welfare in 1924. പിന്നീട് പറയുന്നത് ഗാന്ധിജിയുടെ നീക്കങ്ങളായിരുന്നു ഇത്തരത്തിലുള്ള ഹരിജൻസിന് അവരെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളാണ് പറയുന്നത്. ദ അപ്ലിഫ്റ്റ് ഓഫ് ഹരിജൻ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഐറ്റം ഇൻ ബത്തോളി പ്രോഗ്രാം. ബത്തോളി പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കൺസ്ട്രക്റ്റീവ് വർക്കായിരുന്നു 1922 ഈ ഹരിജൻസിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. The Harijan Sevak Sangh was organized in 1932 to work for the removal of social disabilities of the Harijans. ഹരിജൻസിനെതിരെ ഉണ്ടാകുന്ന സോഷ്യൽ ഡിസബിലിറ്റീസിനെ എതിരെ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1932 ഹരിജൻ സേവക് സംഘ് ഒരു വർക്കൊക്കെ ഓർഗനൈസ് ചെയ്തത്.
After independence, the Constitution of India prescribed protection and safeguards for the scheduled caste and scheduled tribes. ഷെഡ്യൂൾഡ് ട്രൈബ്സിനും കാസ്റ്റിനും വേണ്ടിയിട്ട് പിന്നീട് ഇൻഡിപെൻഡൻസ് ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സേഫ് ഗാർഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഹു ആർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഹു ആർ ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് വൈ ആർ ദി കോൾഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. Who are the scheduled caste? In India, the castes and races that suffer from extreme economic, educational, and social backwardness because of old traditional practices of untouchability and other because of geographical isolation and inadequate infrastructural facilities, and who requires specific attention for the protection of their interests and for the increase of their growth and development are referred to as ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീംലി എക്കണോമിക്കിലും ഇക്കോണമിയിലും എഡ്യൂക്കേഷനിലും സൊസൈറ്റിയിലായാലും ബാക്ക്വേർഡ്നെസ് അനുഭവിക്കുന്നവരാണ് ഇവിടെ എസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺടച്ചബിലിറ്റീസ് ട്രഡീഷണലി പ്രാക്ടീസ് ചെയ്തു വരുന്ന ആളുകളെയും ജോഗ്രഫിക്കലി ഐസൊലേറ്റഡ് ആയവരെയും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ അവരെ ഗ്രോത്തോ ഡെവലപ്മെൻറ്റോ ഒന്നും സാധിക്കാത്ത രീതിയിൽ തടഞ്ഞിടപ്പെട്ട ഒരു ടീമിനെ, ഒരു കൂട്ടം ആളുകളെയാണ് നമ്മളിവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രഡീഷണലി പ്രാക്ടീസ് ചെയ്തു വരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന ഒരു കഥ, ഒരു എന്താ പറയുക, ഒരു നോവലുണ്ട്. ആ നോവൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് തോട്ടിപ്പണി എന്നും. അതൊക്കെ ട്രഡീഷണലി വന്ന ഒരു എന്താ പറയുക, ഒരു ജോലിയും കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ട്രഡീഷണലി തോട്ടി എന്ന് പറയുന്ന ഈ ജോലി എടുക്കുന്നവർ ഏതൊക്കെ ലെവലിൽ ഉയർന്നു പോയാലും അവരെ തോട്ടി എന്ന് പറയുന്നത് ആ തോട്ടിപ്പണിയോട് തന്നെ ഉപമിച്ച്, അല്ലെങ്കിൽ ആ തോട്ടിയുടെ മകനെന്നോ തോട്ടിയുടെ മരുമകനെന്നോ തോട്ടിയുടെ കൊച്ചുമകനെന്നോ ഒക്കെ പരാമർശിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇനി ആ കൊച്ചുമകൻ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും നമ്മളുടെ റീസെൻ്റായിട്ടും പല കാര്യങ്ങൾക്കും ജാതിയുടെ പേരും മതത്തിൻ്റെ പേരും ഇത്തരത്തിലുള്ള എന്താ പറയുക, എല്ലാത്തിനും ഉപരി അത് മാത്രം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കുള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഹു ആർ ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഹു ആർ ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ്? ദ ട്രൈബ് ഈസ് സീൻ ഹിസ്റ്റോറിക്കലി ആസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ഹാഡ് ബീൻ ഇൻ existence before the development of Indian state. They are a group of people who are dependent on their local land for their survival and are isolated from the larger society. ഇതിൽ പറയുന്നത് ട്രൈബ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി ബേസ് ചെയ്തിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇന്ത്യൻ സ്റ്റേറ്റ് എന്നതിൻ്റെ ഡെവലപ്മെൻറ്റിന് മുന്നേ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അന്നേ തുടങ്ങി ഒരു ഗ്രൂപ്പായിട്ട് താമസിക്കുന്ന, ഗ്രൂപ്പ് ആയിട്ട് ജീവിക്കുന്ന ഒരു ടീമാണ് ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്. ഇവർ ദേ ഡിപ്പെൻഡ് ഓൺ ദെയർ ലോക്കൽ ലാൻഡ്. അവരെപ്പോഴും അവർ ലോക്കൽ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളായിരിക്കും. ആ ലോക്കൽ ലാൻഡോട് ചേർന്ന് അവരുടെ ജോലിയായാലും വാസസ്ഥലങ്ങളായാലും എല്ലാം അത്തരത്തിൽ അവരെവിടെ താമസിക്കുന്നു അതിനെ അനുബന്ധിച്ച് തന്നെ ഇരിക്കും. അവർ ഒരു ലാർജ് സൊസൈറ്റിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തു പോയ കുറച്ച് ആളുകളാണ് അവർ സർവൈവലിന് അവർ ആശ്രയിക്കുന്നത് അവരുടെ തന്നെ ലോക്കൽ ലാൻഡിനെ ആയിരിക്കും. പിന്നെ പറയുന്നത് വൈ ദേ കോൾഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നാണ്. ഇത് നമുക്ക് വായിക്കാം. ദ റീസൺ ദേ ആർ റെഫേർഡ് ടു ആസ് ഷെഡ്യൂൾഡ് ഈസ് ദെയർ ഇൻക്ലൂഷൻ ഇൻ ദ ഷെഡ്യൂൾ ഓഫ് the Indian Constitution. The Constitution in Indian comprises on 12 schedules, and the scheduled tribes are the ones who are called untouchables. And they constitute the fifth category in Hindu mythology based Varna system. In Hindu, these people are called ആദിവാസി. അപ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് ഷെഡ്യൂൾസ് ആയിട്ട് തിരിച്ചിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ ഉപമിച്ചുകൊണ്ടൊക്കെയാണ് പറയുന്നത്. ഇതിൽ പറയുന്നൊരു കാര്യം, ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഇവർക്ക് ഫിഫ്ത്ത് കാറ്റഗറിയാണ് ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം ബ്രാഹ്മിൺസ്, ക്ഷത്രിയർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ആ കാറ്റഗറിയിൽ ഫിഫ്ത്ത് കാറ്റഗറിയാണ് ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഇവർക്കുള്ളത്. ഇവർ വർണ്ണ സിസ്റ്റത്തിലാണ് ഇത്
വിഭജിച്ചിട്ടുള്ളത്. ഹിന്ദുസ് ഇവരെ പൊതുവെ വിളിക്കുന്നത്, ഹിന്ദുസ് എന്ന് പറയേണ്ടതില്ല, നമ്മളെല്ലാവരും പൊതുവെ വിളിക്കുന്നത് ആദിവാസീസ് എന്നാണ്. ഹിന്ദുസ് എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഇതിൽ മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ നമ്മളായാലും ശരി ഷെഡ്യൂൾഡ് ട്രൈബ്സാണ് അവർ എന്നൊന്നും പറയില്ല, നമ്മളായാലും അവർ ആദിവാസീസാണ് എന്നാണ് പൊതുവെ പറയാം. ഓക്കെ, ഇനി പറയുന്നത് ദ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ടേക്കൺ ആർ. ഇനി പറയുന്നത് മെഷേഴ്സാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, പ്രൊട്ടക്ഷൻ ഫ്രം സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് വേരിയസ് ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, throwing open to the religious institution of public character, removal of restrictions on their access to wells, tanks, shops, restaurants and roads, etc., giving them the right to move freely and acquire property, giving them the right to admission to educational institutions and receiving grants out of state fund, permitting the state government to make a reservation for them in services, giving them special representation in Lok Sabha and the Vidhan Sabhas, setting up separate departments and advisory councils to promote their welfare and safeguard their interests, prohibiting forced labor, making special provision for the administration and control of the scheduled areas. ഇത്തരം കാര്യങ്ങളാണ് മെഷേഴ്സിൽ പറയുന്നത്. ഇനി നമുക്കറിയാം ഷെഡ്യൂൾഡ് ട്രൈബിനെയും ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും എല്ലാം എതിരെ നമ്മൾ അട്രോസിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പണിഷബിൾ ക്രൈംസ് ഏതൊക്കെ, എന്തെല്ലാം തരം അട്രോസിറ്റീസ് ഉണ്ടായാലാണ് അതൊക്കെ പണിഷബിൾ ആവുക എന്ന് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തെല്ലാമാണെന്ന് നോക്കാം. Forcing an SC or ST person to eat or drink some distinguishing substances, throwing in the house or neighborhood of an SC or ST person refuse rubbish or dead animal, etc., which may humiliate, harm or anger him, taking away clothes forcibly from the body of an SC or ST person and making him naked or blackening his face and taking him round the public places, forcibly occupying the cultivating the land of SC or ST person owned by him or allotted to him, usurping the land or property of any SC or ST person, compelling an SC or ST person for forced labor, begging or using him as a bonded labor, preventing an SC or ST person from voting or forcing him to vote for a particular person, committing any act against an SC or ST person which may be destructive or punishable, humiliating a SC or ST person, molesting an SC or ST person, sexual harassment of an SC or ST woman, polluting the drinking water used by an SC or ST person, forcing an SC or ST person to leave his house, neighborhood or his villages. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുമോ എന്നൊക്കെ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നടന്നിരുന്ന ഒരു കാര്യങ്ങളായിരുന്നു. ഈ SC ST പേഴ്സൺസിനെതിരെ നടന്നിരുന്ന അട്രോസിറ്റീസ്, വയലൻസ് എല്ലാമായിരുന്നു ഇതെല്ലാം, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് നടന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു റൈറ്റ്സ് ഉണ്ടാക്കിയതും ഇങ്ങനെ ഒരു ക്രൈം എന്താ പറയുക പണിഷബിളായിട്ടുള്ള കേസുകൾ ഉണ്ടായതുമെല്ലാം. ഇത്തരത്തിൽ അവർക്കെതിരെ ഒരു ഇവിൾ പ്രാക്ടീസസ്, അൺടച്ചബിൾസ്, ഇത്രയും ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈഫിൽ നടന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വന്നതും. അപ്പോൾ ഇതുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്, ഇതിലെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെ. ഇപ്പോൾ ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ നാട്ടിൽ കാണുന്നില്ലെങ്കിലും പല സ്ഥലങ്ങളിലും ഇതെല്ലാം ഇപ്പോഴും കാണുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് ജീവിക്കുക എന്ന് പറയുന്ന അസാധ്യമാണ് എന്ന് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന ആ കാലത്തോളം തന്നെ ഇതെല്ലാം തുടർന്നുകൊണ്ടിരിക്കും.
അടുത്തത് പറയുന്നത് വാട്ട് ആർ ഷെഡ്യൂൾഡ് ട്രൈബ് റൈറ്റ്സ് എന്നാണ്. The Constitution of India under Article 342 has made provisions for the rights of scheduled tribes. The President has initiated 9 orders following his consultation with the government of the states. This initiative has targeted the scheduled tribes in their respective states and territories. Presently, India prides itself as the largest tribal population globally. There are 698 scheduled tribes in India. The provisions or safeguards for the group of people in the Constitution are divided on to which are the protective and development. നമ്മൾ ഇന്ത്യനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്ലോബലി ഏറ്റവും കൂടുതൽ ട്രൈബ്സ് ഉൾപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 698ഓളം ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്ന് പോരുന്നത്. Therefore, I think the rights of scheduled caste and scheduled tribes can be summarized as follows. ഇനി പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. Educational and cultural safeguards. Special provisions for the growth and development of scheduled tribes. Protection of the interests of minority group. The educational and economic interests of the weaker includes the scheduled caste and scheduled tribes shall be promoted by the states and they shall be protected from all forms of social injustice and exploitation. Next, learning in mother tongue. അടുത്തതായി പറയുന്നത് സോഷ്യൽ സേഫ് ഗാർഡ്സ്. Protection from the trafficking in human and begging and other forms of forced labor. Prohibition of child labor. Economic safeguards. Clause 1 of Article 224 provides that the administration and control of the scheduled areas and tribes shall be as provided in the 5th schedule in all states except in the states of Mizoram, Tripura, Meghalaya and Assam, which are included in 6th schedule under clause 2 of Article 244. The states that are covered under the 6th and 5th schedules of Constitution are to be granted aids. Political safeguards. Article 164 clause 1 make provisions for the tribal affairs minister in MP, Orissa and Bihar. Article 337 provide for the reservation of seats for members for the scheduled tribes in the state legislative chamber. Article 330 provides for the reservation of seats for the members of the community in the Lok Sabha. Article 334 provided a 10-year period for the reservation. Article 371 makes a special provisions for the Sikkim and any states. Service safeguards. These provisions are listed under Article 16 clause 4, 16 clause 4a, 164 clause b, 335 and 320 clause 40. Human trafficking under Article 23. Under എന്നാണ് അതിൽ ഇൻഡർ എന്ന് എഴുതിയിട്ടുണ്ട്, അതൊരു ചെറിയ മിസ്റ്റേക്ക് ആണ്, സോറി. Under Article 23. This is one of the most important provisions for the Constitution for the scheduled tribes. Here trafficking in humans and any forms of forced labor is prohibited. Educational and cultural rights. This article provides for the right for the minority group to preserve her language and culture. The state shall by no means impose any culture on the community other than the one it already owns. Political safeguards under Article 164. There are more tribal population in these states than in the other, and the provisions for the minister to castes for the welfare of this tribe in an indication of the concern of the writers of this Constitution for the protection of the interests of the scheduled tribes.
അടുത്തതായി പറയുന്നത് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്റ്റ് ആണ്. 1989 പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. അതിന് മുന്നായിട്ട് പറയുകയാണെങ്കിൽ കുറേ പ്രോഗ്രാംസും ഇനാക്ട്മെൻറ്റ്സും ഒക്കെ ഷെഡ്യൂൾഡ് ട്രൈബ്സിനും ഷെഡ്യൂൾഡ് കാസ്റ്റിനും വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെക്കഗ്നീഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2016 ഉണ്ടായിരുന്നത്. അത് മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദോസ് ഹൂസ് എന്താ പറയുക, അവരുടെ ഹോംസിനും റെസിഡൻസിനും വേണ്ടിയിട്ട് ഫോറസ്റ്റ് യൂസ് ചെയ്യാം എന്നൊരു റൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പ്രൊവിഷൻസ് ഓഫ് പഞ്ചായത്ത്സ് വിച്ച് ഈസ് ആൻ എക്സ്റ്റെൻഷൻ ടു ദി ഷെഡ്യൂൾഡ് ഏരിയാസ് ആക്ട് 1996 ഒരു ആക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ലാൻഡ് അക്വിസിഷൻ ബില്ല് ഉണ്ടായിരുന്നു. ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അത് തുടങ്ങിയത് തന്നെ. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ കോർട്ടുണ്ട്. ഇത്തരത്തിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിനൊക്കെ എതിരെ അട്രോസിറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഫൻസ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ കോർട്സ് ഒക്കെ ഉണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റിൻ്റെ നിന്ന് സ്പെഷ്യൽ ബഡ്ജറ്റ്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ സ്പെഷ്യൽ ഫണ്ട് ഇവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളുടെ സ്റ്റേറ്റിൽ ചെയ്യുന്നുണ്ട് ഷെഡ്യൂൾഡ് ട്രൈബ്സിനും ഷെഡ്യൂൾഡ് കാസ്റ്റിനും വേണ്ടിയിട്ട്. Prevention of Atrocities Act 1989. This act provides assistance to the states and union territories for the implementation of the constitutional provisions for the scheduled tribes. This act provides funding for the states of assist victims of atrocities and for the provisions of intensity for the creation of special courts, intercaste marriages and awareness generation. അത് ഇന്നും ഒരുപാട് പ്രസക്തി ആർജിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇൻ്റർകാസ്റ്റ് മാരേജസിലായാലും അവർ സ്പെഷ്യൽ കോർട്ട് സെറ്റ് ചെയ്യുന്നതിലായാലും ജനറേഷൻസിന് അവയർനെസ് കൊടുക്കുന്ന കാര്യത്തിലായാലും എല്ലാം ഇന്നത്തെ കാലത്തും വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് 1989 തന്നെ അവർ അത്രയും ദീർഘവീക്ഷണത്തോടെ എന്ന് വേണമെങ്കിൽ പറയാം കണ്ടെത്തിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തേനേക്കാളും കൂടുതൽ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാസ്റ്റിൻ്റെ ബേസിൽ, ക്ലാസിൻ്റെ ബേസിൽ ഒക്കെ അനുഭവിച്ചിരുന്നു എല്ലാവരും. ദ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2015 വാസ് നോട്ടിഫൈഡ് ഇൻ January 1st, 2016 and was enforced on January 26, 2016. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. Though an independent nation, India introduced many measures to improve and support in socio-economic justice of SC and STs. SCസിൻ്റെയും STസിൻ്റെയും എല്ലാം എക്കണോമിക് സോഷ്യലി ആയാലും മറ്റു കാര്യങ്ങളിലായാലും ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന നേഷൻ, ഇൻഡിപെൻഡൻറ്റ് നേഷൻ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് മെഷേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓൺലി ലോ ക്യാൻ നോട്ട് ആൻഡ് ദ ഈവിൾ സോഷ്യൽ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ദം. നമ്മൾ ലോ കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഇവർക്കെതിരെയുള്ള അട്രോസിറ്റീസ് നിർത്താൻ സാധിക്കുകയില്ല. ലോ കൊണ്ട് മാത്രം സാധിക്കില്ല. അത് നമ്മൾ ഓരോരുത്തരും ഓരോ ജനറേഷനും കൈമാറുന്ന വിവരങ്ങളും വിശകലനങ്ങളും അനുസരിച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാവരും അതിൽ എന്താ പറയുക, ജാതിയുടെയും മതത്തിൻ്റെയും എന്നതിനുപരി മനുഷ്യനായി കാണാൻ തന്നെ നമ്മളായാലും നമ്മളുടെ മക്കളായാലും ഇനി വരുന്ന തലമുറകളെ ആയാലും പഠിപ്പിക്കുക. പതിഞ്ഞു പോയ പലരെയും നമുക്ക് തിരുത്തുക എന്ന് പറയുന്നത് പലരെയും അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ചിലരൊന്നും നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും അത് ന്യായീകരിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇത്തരത്തിൽ മനുഷ്യനായി തന്നെ കാണാനായിട്ട് ഇനി വരുന്ന കുട്ടികളോടെങ്കിലും നമുക്ക് പറയാൻ പറ്റണം, ജാതി ചോദിച്ച് കൂട്ടുകൂടരുത്, കൂട്ടുകൂടിയവരുടെ ജാതി ചോദിക്കരുതെന്ന് ഇനി വരുന്ന കുഞ്ഞുങ്ങളോടെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കണം. Prevention Atrocities Act is a transformative act and a Brahmastra for helpless Dalits to fight against atrocities. ഈ പ്രിവെൻഷൻ അട്രോസിറ്റീസ് ആക്ട് ആയാലും മറ്റ് ആക്റ്റുകളായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു എന്താ പറയുക, ദളിറ്റ്സിന് ഫൈറ്റ് ചെയ്യാൻ ഒരു അറിവോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദളിറ്റ്സിന് ശരിക്കും ഒരു ബ്രഹ്മാസ്ത്രം പോലെയാണ് ഇത്തരത്തിലുള്ള ആക്റ്റുകളൊക്കെ നമ്മുടെ ഇന്ത്യ പാസ്സാക്കിയത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ കഴിയാണ്. അപ്പോൾ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.